ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൈയിൻ്റെ അവസ്ഥ എന്തെങ്ങനെയെന്ന്. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസത്തേക്ക് ടൊറൻഡോ പോവാം. 2 ദിവസം 1 ദിവസമാണെന്ന് അറിയില്ല, അവിടെ എത്തിയിട്ട് അറിയാം 2 ദിവസമാണോ 1 ദിവസമാണോ എന്ന്. ഇപ്പോൾ മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് കാണണം. പിന്നെ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂളിംഗ് ഗ്ലാസ്, അത് കാണണം. പിന്നെ മോളിൽ ഒന്ന് കയറി വെറുതെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ചെയ്യില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഞങ്ങളുടെ ജേർണി തുടങ്ങിയിരിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, കൈ പണി കിട്ടിയിരിക്കുന്ന കാരണം അവളാണ് വണ്ടി ഓടിക്കുന്നത്. എന്താണ് ഡ്രൈവിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്? ഓക്കെ, അപ്പോൾ ടൊറൻഡോ പോണ വഴിക്ക് ഇവിടെ ഒരു എന്താ പറയുക, നേറ്റീവ് കനേഡിയൻസ് നിൽക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ടാക്സ് ഒന്നുമില്ല, ഇവിടെ പെട്രോളിനൊന്നും ടാക്സ് ഇല്ല. പിന്നെ എന്താ പറയുക, എല്ലാ സാധനങ്ങൾ സിഗരറ്റ് ആയാലും കഞ്ചാവായാലും എല്ലാത്തിനും വില കുറവിൽ വാങ്ങിക്കാനും പറ്റും. അതൊന്നും വാങ്ങിക്കാനല്ല, ഇവിടെ പോയിട്ട് പെട്രോൾ അടിക്കാൻ പോവാ. പോണ വഴി ടൊറൻഡോ പോണ വഴി അല്ലെങ്കിൽ ടൊറൻഡോ ഒന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ കയറി ഇപ്പോഴും പെട്രോൾ അടിക്കുന്നതാണ്. കണ്ടോ, ഇത് VP റേസിംഗ്. ഇവിടെ $1.49. നമ്മൾ കണ്ടോ ഈ സ്റ്റോറുകൾ കണ്ടോ, ആ സ്റ്റോറിലൊക്കെ ഈ സാധനം കിട്ടും, കഞ്ചാവ് കിട്ടും, കഞ്ചാവ് കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പം നല്ല തിരക്കുണ്ട്. വണ്ടി പാർക്ക് $40 ഫുൾ ടൈം കഴിയും. ഇതുണ്ട് ബെറ്റർ ബഡ്സ്, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഞ്ചാവ് കട, നമ്മുടെ കുറെ ഫ്രണ്ട്സിന്റെ ഫേവററ്റ് ആണ്. അടുത്ത ഗ്യാസ് സ്റ്റേഷൻ, അടുത്ത ഗ്യാസ് സ്റ്റേഷൻ, അടുത്ത കഞ്ചാവ് കട. കേട്ടോ, ഈ ഏരിയയിൽ ഇത് ഇവിടെ 161 ആണ് പ്രൈസ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 140 സംതിങ്ങിലല്ല, 149 തോന്നുന്നു, 161 വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഷാനൻവിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ നേറ്റീവ് ഇന്ത്യൻസ് നിൽക്കണ, നേറ്റീവ് കനേഡിയൻസ് നിൽക്കണ സ്ഥലത്ത് വന്ന് പെട്രോൾ അടിക്കുന്നത്. നല്ല മഴയുണ്ട് ഇപ്പോൾ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പം ബ്ലോക്ക് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ ഒരു മാച്ച, അന്ന് ഞാൻ മോൺട്രിയിൽ പോയപ്പോൾ മറ്റേ പച്ച കളറുള്ള ചായ കുടിച്ച് ഓർമ്മില്ലേ. അപ്പം ഇത് ടൊറൻഡോയിൽ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങനത്തെ കുറേ സ്ഥലമുണ്ട്. അപ്പം അതിലൊരു സ്ഥലത്തേക്ക് ഒന്ന് പോയി അവിടുത്തെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ടൊറൻഡോ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് എത്തിയത് ഫസ്റ്റ് മറ്റേ മാച്ച ട്രൈ ചെയ്യാൻ, ചൈന സിറ്റി. ഈ വരുന്ന വഴിയിൽ എല്ലാ ബിൽഡിങ്ങും ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എല്ലാം എനിക്ക് തോന്നുന്നു ചൈനീസും ഈ കൊറിയൻസും ഒക്കെ കൂടുതൽ താമസിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നുണ്ട്. കണ്ടേ, എല്ലാം ലില്ലി സ്പാ. ഒന്നുകൂടി ഒന്ന് പറയോ അങ്ങനെ. അവിടെ ചാട്ട് ടൈം ഉണ്ട്, അവിടെ ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ എന്തോ ലുലു ഉണ്ട്, ഒരു ജാപ്പനീസ് കഫേ അവിടെ കയറി. ഇവിടെ ഫുള്ള് തന്നെ കേട്ടോ, ഇവർ തന്നെയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഒക്കെ വേറെ ആൾക്കാർ, ജാപ്പനീസ്, വിയറ്റ്നാമീസ്, ചൈനീസ്. ഒരു ഊബേ ചീസ് കേക്ക്, ഒരു നാമ ചോക്ലേറ്റ്, ഒരു മാച്ച കേക്ക്. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടി. ഇതെന്തായിരുന്നത്? എന്തോ ചോക്ലേറ്റ് വടി. അടിപൊളി. അടിപൊളി. എന്നാ അടുക്ക ഐസ്ക്രീമാ, ഞാൻ കാണിച്ചു കൊടുക്കേ. ഇത് ഐസ്ക്രീമാ, അടിപൊളി അടിപൊളി. ഇനി അടുത്ത ചീസ് കേക്ക്.
ഇത് എന്തായാലും ചീസ് കേക്ക് ആയിരുന്നു. ഇത് റാസ്ബെറി അല്ലേ ഊബേ, അതാണ് നീ ഊബേന്ന് ഇട്ട് മേടിച്ചത്. ഇത് ചോക്ലേറ്റും അടിപൊളി. ഒരു രക്ഷയില്ല. അയ്യോ വീണേ വാളി. അല്ലല്ല ടേസ്റ്റ് ഉണ്ട്. നീ അവിടെ നമ്മൾ അവിടെ കഴിച്ച ഒരു സാധനത്തിന്റെ പോലെ ഉണ്ട്. അന്ന് അവിടെ വെച്ച് കഴിച്ച പോലെ ഉണ്ട്. ഐസ്ക്രീം ആണോ? ഐസ്ക്രീം അല്ല, റെഡ് ബീൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് അടിച്ചപ്പോൾ ഇറങ്ങി. ഇത് ഹോട്ട് പോട്ട് ലഞ്ചിനോ മീറ്റ് ഫ്ലേവർ പ്ലാൻ പ്രോട്ടീൻ ആണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഉള്ളു നോക്കിയാൽ ശരിക്കും നമ്മുടെ നാളികേരാണ്. പക്ഷെ അവർ അതിൻ്റെ മുമ്പിൽ സ്ട്രോ ഒട്ടിച്ച് ഇതൊരു ഡ്രിങ്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി സാധനം. പക്ഷെ അതിന് $4 ഉണ്ട്. ഒരു തേങ്ങേനേക്കാളും വിലയുണ്ട് തേങ്ങ ജ്യൂസ്. ഇവിടെ ഇറച്ചിയുടെ സെക്ഷൻ ഇവിടെ കേട്ടോ. അത്യാവശ്യം വലിയ മാർക്കറ്റാ. ഇതൊരു സെക്ഷൻ മാത്രമാണ്. വിലയൊക്കെ നോക്കുമ്പോൾ എനിക്ക് മറ്റോടത്ത് വെച്ച് നോക്കുമ്പോൾ കുറവായിട്ട് തോന്നണം കേട്ടോ. ഇവിടെ എല്ലാത്തിനും വില കുറവാണ്. പിന്നെ ഈ സ്ഥലം 24 hour ഓപ്പണും കൂടിയാ. എൻ്റെ പൊന്നി ബജ്ജി മുളക് കിട്ടിട്ടോ ഗൈസ്. ഇവിടെ ബജ്ജി മുളക് കിട്ടാത്ത സ്ഥലമായെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് എവിടെ ഉണ്ട് ഞങ്ങൾ മറ്റേ മോമോസ് പോലത്തെ സാധനം വാങ്ങിച്ചു. ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ പറയുന്ന സാധനം ഇതാ. പക്ഷെ ഇതിന് നല്ല വൃത്തിയായിട്ട് മണാന്ന് കൂടിയല്ലേ പറഞ്ഞേ. നല്ല വൃത്തിയായിട്ട് മണമായിരിക്കും. എന്നാ വേണ്ട. ഇതാണ് ഇവരുടെ അച്ചാറ്, കിംച്ചി എന്ന് പറയും. അച്ചാറ് ഒരു കൈൻഡ് ഓഫ് ഒരു ഉപ്പിലിട്ട് വയ്ക്കണ ലെറ്റിസ് അല്ല ക്യാബേജിന് ഉപ്പിലിട്ട് വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കൊറിയൻ ഡ്രാമ കാണുന്നവർക്ക് അറിയാം ഈ സാധനം. ഇവിടുത്തെ സ്വീറ്റ് സെക്ഷൻ. അവിടെ ഇതുണ്ട്, മാച്ചാക്കുച്ചി. ഇത് 4 പീസ് തൈസിനൊക്കെ ഇത് $8 കേട്ടോ. ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനത്തിൽ ഇവര് മനുഷ്യന്മാരെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആണോ. വട്ടയപ്പത്തിന് ഇവര് ഇംഗ്ലീഷിൽ സ്വീറ്റ് റൈസ് കേക്ക് എന്ന് പറയും. എന്താ സാധനം റൈസ് ബോൾസ്. ഡോറിമോണൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പൈസ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ മിഠായാന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇവർ മാരിനേറ്റ് ചെയ്ത മുട്ട വെക്കാൻ വയ്ക്കും. ഇത് ലിറ്ററലി നമ്മുടെ സാധാ പുഴുങ്ങിയ മുട്ടയാണ്. പക്ഷെ ഇവർ അതൊരു സീസണിങ്ങിൽ ഇട്ട് വെച്ച് അത് ഒരു വിൽക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ പകുതി ആയിട്ടുള്ളൂ കേട്ടോ. വലിയ മാർക്കറ്റ് ഇത്. നോക്കി ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ സ്പൈസി ചാലഞ്ച് നൂഡിൽസിൻ്റെ അതൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താവോ എന്തോ വയറിളക്കി ചാവും തോന്നുന്നുണ്ട്. ഈ ടർബാന എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നേ? എന്തായിരിക്കും? രണ്ടടേ നമ്മുടെ ചെറുപഴം, അതാണ് ടർബാന. ഇത് നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഉണ്ടാവാറുള്ള സാധനമാണ്. കസ്റ്റാർഡ് ആപ്പിൾ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അപ്പോൾ വെറുതെ നോക്കാൻ വേണ്ടി കയറിയിട്ട് 2 ബാഗ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. രണ്ടടേ ആര് ഞങ്ങളുടെ ബെൻസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ STC എന്ന് പറഞ്ഞ സ്കാർബ്രോ ടൗൺ സെൻറ്റർ എന്ന് പറഞ്ഞൊരു മോളിൽ വന്ന് ഇരിക്കല്ല, ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി. ഒരു കൊറിയൻ സ്കിൻ കെയർ ക്രീം ഉണ്ട്, നല്ല. ഇവിടെ എപ്പോഴും വന്ന് വാങ്ങിക്കാറില്ല. പക്ഷെ ഞങ്ങൾ എത്തിയത് 1 മിനിറ്റ് കാരണം അവർ കട അടച്ചു. ഞങ്ങൾ മുമ്പിൽ വെച്ച് കട അടച്ചു. അപ്പോൾ അവിടെ പോയത് വെറുതെ. ഇനി ഞങ്ങൾ വണ്ടി എടുത്ത് ഫെബ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവളെ പിക്ക് ചെയ്ത് ഡയറക്റ്റ് സിനിമയ്ക്ക് പോവാണ്. ഓക്കെ, ഞങ്ങളിത് ആൽബിയോൺ സിനിമാസ് എത്തിയിരിക്കുന്നു. ഞാൻ കറുത്തു, ആകെ ക്ഷീണിച്ചു കാലത്തോട്ട് ഇറങ്ങിയിട്ടുള്ള കാരണം. സിനിമ കണ്ടു കഴിഞ്ഞ് ഇത് ഫെബനെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ നിന്ന് ഇനിയൊരു 15 മിനിറ്റ് കൂടി ഉണ്ട്. അടുത്ത് കഴിഞ്ഞാൽ കാലത്ത് 6 മണിക്ക് ഇവിടെ ഗുരുവായൂർ അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. 6 മണിക്ക് നേരത്തെ എൻ്റെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ട് പിന്നെ എവിടേക്കാന്ന് നാളെ ആരെയോ പിടിച്ചതാ. നാട്ടത്തെ കമ്പനിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ സ്ഥലം എത്തി. സൂമാവും. കാർഡ് കിട്ടി. സാഡ് തിങ് എന്താന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇവിടെ എല്ലാ ഹോട്ടലിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഹോളിഡേയിലൊക്കെ നിൽക്കുമ്പോൾ. ഇവിടെ അതുമില്ല. എന്താല്ലേ ഭാഗ്യം. അതിന് എക്സ്ട്രാ തരം $40 കൊടുക്കണം. അപ്പോൾ മിക്കവാറും നമ്മൾ പുറത്തുനിന്ന് കഴിക്കായിരിക്കും. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ. എന്താ പറയുക, ഫുഡും ഇല്ല. ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മൈക്രോവേവ് തന്നില്ല. പക്ഷേ കുഴപ്പമില്ലാത്ത റൂം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാളെ നേരത്തെ എനിക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ടിന്യൂ ചെയ്യാം. നാളെ കാണാം. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.